ഹായ് ഹലോ നമസ്തേ. കഫ്ലിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് ഇന്നത്തെ പരിപാടി എന്താണ്? മമ്മൂട്ടി കമ്പനിയുടെ ഒരു അനൗൺസ്മെന്റ് നാളെയാണ് ടൈറ്റിൽ റിവീൽ. ടുമാറോ 6 PM IST. ഒരു ജിതിൻ കെ ജോസ് ഫിലിമാണ്. ഈ ജിതിൻ കെ ജോസ് ആണ് നമ്മുടെ കുറിപ്പിന്റെ സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്നത്. ഓ, വളരെ പറയേണ്ട കാര്യമില്ല. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നിട്ടുണ്ട് ജിതിൻ കെ ജോസ്. അപ്പൊ ഇതില് ജിതിൻ കെ ജോസ് ആണല്ലോ ഡയറക്ഷൻ. പിന്നെ ക്രൂവിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. പ്രൊഡക്ഷൻ നമ്പർ 7 ഏഴാമത്തെ മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ ആണത്. അവര് ഒരു പസിൽ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പോസ്റ്ററിന്റെ നമുക്ക് അതിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോവാം. അതിനകത്താണ് നമ്മുടെ വിനായകൻ നായകനും മമ്മൂക്ക വില്ലനും ആണെന്നൊക്കെ ഒരു റൂമർ വരുന്നുണ്ട്. അപ്പൊ എത്രമാത്രം ശരിയാണെന്ന് അറിയത്തില്ല. പക്ഷെ വിനായകൻ വളരെ ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. മമ്മൂക്കയുടെ ഒരു ലുക്കൊക്കെ കണ്ടിട്ട് ഒരു വില്ലൻ പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു ലുക്ക് അതൊക്കെ. പിന്നെ നമ്മള് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു വണ്ടിയുണ്ട്. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഒരു ഷൂവിലോട്ടാണ് അടിക്കുന്നത്. ആ ഷൂവിന്റെ അവിടെ ഒരാളുണ്ട്. പക്ഷെ ആളുടെ ഒരു ഷാഡോ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ആളുടെ ഒരു ഷാഡോയില് ഒരു ചിലന്തിയുടെ ഫോട്ടോ ഉണ്ട്. വണ്ടിയുടെ തൊട്ട് ബാക്കിലായിട്ട് വേറൊരു ക്യാരക്ടർ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറെ. അതുപോലെ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുമ്പോ ഇത് കണ്ടോ, ഓരോ പസില് പോലെ തോന്നുന്നില്ല. നമ്മളില്ല എന്താണ് മറ്റല്ല ഈ ബാലരമയിലൊക്കെ നമ്മളിങ്ങനെ വഴി കാണിക്കൂ എന്ന് പറഞ്ഞ് അതുപോലെ പസില് പോലെ ഉണ്ട്. കളങ്കാവൽ എന്നായിരിക്കാം സിനിമയുടെ പേര്. കളങ്കാവല് ചുമ്മാ ഫാൻസ് ഗ്രൂപ്പിലൊക്കെ വന്നതാണ്. കളങ്കാവൽ എന്നായിരിക്കും പേരെന്ന്. അപ്പൊ എന്തായാലും കണ്ടറിയാം പേരെന്താണ്. അറിയത്തില്ല, അത് വെറുതെ അങ്ങനെ. അന്ന് ഭീഷ്മപർവ്വം വന്നപ്പോഴത്തേക്ക് മമ്മൂക്കയുടെ ക്യാരക്ടറിന്റെ പേര് ഭീഷ്മവർദ്ധനാണ്, അങ്ങനെ എന്നൊക്കെയാണ് പറയാണ്ടിരുന്നത്. പക്ഷെ അതുപോലെ ഇതിന്റെ എനിക്ക് കുറച്ചും കൂടെ സാധ്യത തോന്നുന്നുണ്ട്. കാരണം പലരും ഈ ഷൂട്ടിങ്ങിന്റെ സമയത്തെ കളങ്കാവൽ എന്നൊക്കെ ഒരു പേരിട്ടിരുന്നു. കലങ്കാവലോ കളങ്കാവലോ എടാ പേരതാണെന്ന് കൺഫേം അല്ല. എന്നാലും ഒരു ചെറിയ റൂമർ. എത്രമാത്രം പേര് വെച്ച് നോക്കുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ട് വരുന്ന ഒരു പോസ്റ്ററാണ് ഇവിടെ ഉള്ളത്. ശരിയാണ്, അതാണ് അതിന്റെ ഒരു പേര് ശരിയാണോ അല്ലെന്ന് നമുക്ക് അറിഞ്ഞു. എന്തായാലും കുറെ മിസ്റ്ററി കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. കുറച്ചൊരു ത്രില്ലിങ് സാധനങ്ങൾ ഉണ്ട്. നമ്മുടെ മലയക്കോട്ട വാലിബന്റെ പേര് അത് റിവീൽ ആവുന്നതിന് മുമ്പേ കറക്റ്റ് പേര് തന്നെയാണ് വന്നത്. മലയക്കോട്ട വാലിബൻ എന്ന് വന്നായിരുന്നു. ചില റൂമറുകള് ഏറെക്കുറെ ശരിയാവാറുണ്ട്. പക്ഷെ ചിലത് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആവണം നിർബന്ധമില്ല. ഇത് നോക്കുക, ആ വീട്ടിന്റെ മേളിൽ ഒരാൾ നിൽക്കണത്. മേളിലല്ല, സൈഡിൽ. ശരിയാണ്, കുറച്ച് വാതിലിനകത്ത്. ശരിയാണ്, ഒരാളിന്ന് നോക്കുന്ന പോലെ ഒരാൾ നിൽക്കുമ്പോഴുണ്ട്. ഫ്ലാറ്റിലൊരു മർഡർ. ഇപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ടോ ആൾക്കാര്, ഒരാൾ കണ്ട് ഇവിടെ നിൽക്കണം. അപ്പൊ അത് ഫ്ലാറ്റാണ്. എന്തായാലും അതുപോലെ തന്നെ ഫുള്ള് നമ്മൾ നോക്കണ റെഡിഷ് വൈറ്റ് ആണ് അല്ലേ പോസ്റ്ററിന് കൊടുത്തേക്കണം. അപ്പൊ റെഡ് എന്ന് പറയുമ്പോ ഡേഞ്ചർ എന്ന അർത്ഥമുണ്ട്, ബ്ലഡ് എന്ന അർത്ഥമുണ്ട്. വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു പീസ്, സമാധാനം. ഇത് രണ്ടും കൂടെ കലർന്ന ഒരു ആവാനാണ് സാധ്യത കൂടുതൽ. ഇത് പോലീസ് ജീപ്പാണ്? അല്ലല്ല, പോലീസ് ജീപ്പ് അല്ല. ഇത് കുറച്ചുകൂടെ മറ്റേ ജിപ്സി ടൈപ്പ് മോഡലാണ്. കണ്ടറിയാം. അപ്പോ എന്തായാലും നല്ല പ്രതീക്ഷയുള്ള സിനിമയാണ് തീർച്ചയായും. മമ്മൂട്ടി കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ മറ്റേ ദുൽഖറിന്റെ പ്രൊഡക്ഷൻ കമ്പനി. ലോഗയുണ്ട്. പിന്നെ ട്രൂത്ത് ഗ്ലോബലിന്റെ ലോഗയുണ്ട്. ട്രൂത്ത് ഗ്ലോബലിന്റെ. അപ്പൊ നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കുകയെന്ന്. അപ്പോ അത് വളരെ യാദൃശികമായി പോസ്റ്റർ വന്നു, നമ്മൾ വിശേഷങ്ങൾ പങ്കുവച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള പുതിയ ഇത്തരത്തിലുള്ള പുതിയ സിനിമ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുപോലത്തെ പുതിയ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരും. അനിൽ ദെൻ ലൈൻ കട്ട്.